സ്വർണം വാങ്ങാനിരിക്കുന്നവർക്ക് തിരിച്ചടി. സ്വർണ്ണ നികുതി നിയമങ്ങളിൽ മാറ്റം. സ്വർണം വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഇനി ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. ഇന്ത്യയിൽ സ്വർണം എന്നത് കേവലം ഒരു ആഭരണം മാത്രമല്ല, സുരക്ഷിതമായ ഒരു നിക്ഷേപം കൂടിയാണ്. പലപ്പോഴും ആളുകൾ തങ്ങളുടെ കൈവശമുള്ള പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ നൽകി പുതിയത് വാങ്ങുകയോ അല്ലെങ്കിൽ അവ ഒരുക്കി മറ്റ് സാമ്പത്തിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഈ പുതിയ സാമ്പത്തിക വർഷത്തിൽ ഇത്തരം സ്വർണ്ണ ഇടപാടുകൾ നടത്തുമ്പോൾ കൃത്യമായ നികുതി നിയമങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. പഴയ സ്വർണം വിൽക്കുന്നതോ മാറ്റിയെടുക്കുന്നതോ ആയ നടപടികൾ ഇൻകം ടാക്സ് നിയമങ്ങൾക്ക് കീഴിലാണ് വരുന്നത്. പലരും കരുതുന്നത് പഴയ സ്വർണം നൽകി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണമിടപാട് നടക്കാത്തതിനാൽ നികുതി നൽകേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 247 പ്രകാരം പഴയ ആഭരണങ്ങൾ നൽകി പുതിയത് വാങ്ങുന്നതോ അല്ലെങ്കിൽ സ്വർണം കോയിനുകളായോ ബാറുകളായോ മാറ്റുന്നതോ ഒരു കൈമാറ്റമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ബാർട്ടർ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഇടപാടുകൾക്കും ക്യാപിറ്റൽ ഗെയിൻസ് നികുതി ബാധകമാണ്. സ്വർണം വാങ്ങി 24 മാസത്തിനുള്ളിൽ, അതായത് 2 വർഷത്തിനുള്ളിലാണ് നിങ്ങൾ അത് വിൽക്കുകയോ മാറ്റിയെടുക്കുകയോ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്നുള്ള ലാഭം നിങ്ങളുടെ ആകെ വരുമാനത്തോടൊപ്പം ചേർക്കുകയോ നിങ്ങളുടെ ഇൻകം ടാക്സ് സ്ലാബ് നിരക്കനുസരിച്ച് നികുതി ഈടാക്കുകയും ചെയ്യും. 24 മാസങ്ങൾ കൂടുതൽ കൈവശം വെച്ച സ്വർണമാണ് കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ ഇൻകം ടാക്സേഷൻ ആനുകൂല്യങ്ങളില്ലാതെ ഫ്ലാറ്റ് 12.5% നിരക്കിൽ ദീർഘകാല ക്യാപിറ്റൽ ഗെയിൻസ് നികുതി നൽകണം. നിങ്ങൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാതെ അതേ സ്വർണം ഉരുക്കി പുതിയ ഡിസൈനിലുള്ള ആഭരണങ്ങൾ നിർമ്മിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒരു കൈമാറ്റമായി കണക്കാക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ക്യാപിറ്റൽ ഗെയിൻസ് നികുതി നൽകേണ്ടതുമില്ല. എങ്കിലും ഭാവിയിൽ ഉണ്ടാകാൻ ഇടയുള്ള ഇൻകം ടാക്സ് പരിശോധനകളിൽ നിന്നും രക്ഷ നേടാൻ ഒരേ സ്വർണമാണ് ഉപയോഗിച്ചതെന്ന് തെളിയിക്കുന്ന കൃത്യമായ രേഖകളും ജ്വല്ലറി ബില്ലുകളും സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.